Good morning, everyone. Today we discuss the topic JDBC. JDBC stands for Java Database Connectivity. So JDBC എന്നുള്ളത് ഒരു പാക്കേജാണ്, അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാർഡ്വെയർ ഒന്നല്ല. ഓക്കെ, അതേസമയം ജസ്റ്റ് ക്ലാസ്സസും അതിൻ്റെ അകത്തുള്ള ഫങ്ഷൻസിൻ്റെ ഒരു സെറ്റാണ്. അവർ ഒരു പ്രോട്ടോക്കോൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യസാധീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ ഒരു സെറ്റിനെയാണ് അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് എന്നൊക്കെ പറയുന്നത്. സോ ഡിഫറൻറ്റ് ഡാറ്റാബേസുമായിട്ട് ഒരു ജാവ പ്രോഗ്രാമിന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫങ്ഷൻ സെറ്റ് അല്ലെങ്കിൽ ക്ലാസ് സെറ്റ് അല്ലെങ്കിൽ ഒരു പാക്കേജിനെയാണ് JDBC എന്ന് പറയുന്നത്, ജാവ ഡാറ്റാബേസ് കണക്റ്റിവിറ്റി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് ഉണ്ട്, അതാണ് java.sql.star. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റാബേസുകളുമായിട്ട് ജാവയ്ക്ക് കണക്ഷൻ കൊണ്ടുവരാം. അപ്പോൾ ജാവയുടെ JDBC കണക്റ്റിവിറ്റിക്ക് ഒരു ആർക്കിടെക്ചറുണ്ട്. ഓക്കെ, 2 ലെയറാണ് ആ ഒരു ആർക്കിടെക്ചറിലുള്ളത്. എന്നാൽ ആർക്കിടെക്ചർ 2 ടൈപ്പും ഉണ്ട്. ഓക്കെ, ഒന്ന് ടൈപ്പാണ്, മറ്റേത് ആർക്കിടെക്ചറിൻ്റെ ലെയേഴ്സാണ്. സോ വി ഹാവ് 2 ടൈപ്പ് ഓഫ് JDBC ആർക്കിടെക്ചർ, 2 ടയർ ആൻഡ് 3 ടയർ. അത് നമുക്ക് പിന്നീട് പഠിക്കും. എനിവേ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൂവ് ചെയ്യുന്നത് JDBC ആർക്കിടെക്ചറിൻ്റെ 2 ലെയേഴ്സിലേക്കാണ്. JDBC API ഉണ്ട്, JDBC ഡ്രൈവർ API ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ജാവയുടെ ഒരു പ്രോഗ്രാമും JDBC മാനേജറുമായിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഈ മാനേജറെ ജോലി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഡ്രൈവേഴ്സ് അവരുടെ അണ്ടറിലുണ്ടാവും. അവരെയൊക്കെ കൺട്രോൾ ചെയ്ത് ഒരു കണക്ഷന് വേണ്ടിയിട്ട് ആരെങ്കിലും റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ, സപ്പോസ് നമ്മളുടെ പ്രോഗ്രാം റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഇവർ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടായിട്ടുള്ള ഡ്രൈവറെ ഏൽപ്പിച്ച് തരും. അപ്പോൾ ആ ജോലി ചെയ്യുന്ന ആളാണ് ഈ JDBC മാനേജർ. അപ്പോൾ ആദ്യ ലെയറിൽ നമ്മളുടെ പ്രോഗ്രാമും ഇവരുമായിട്ടാണ് കണക്ഷൻ കിട്ടുക. സോ ആ ലെയറാണ് JDBC API എന്ന് പറയുന്നത്. ഇനി അടുത്ത ലെയറാണ് JDBC ഡ്രൈവർ API. അതായത് മാനേജർ സ്യൂട്ടബിളായിട്ടുള്ള ഡ്രൈവറിലേക്ക് നമുക്കൊരു കണക്ഷൻ രജിസ്ട്രേഷൻ പോസിബിൾ ആക്കും. ആ ലെയറാണ് JDBC ഡ്രൈവർ API. ഓക്കെ, ഇനി അപ്പോൾ ആ കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടോ. ഒരുപാട് ഡ്രൈവേഴ്സിനെ, ഹെറ്ററോജീനിയസ് ഡാറ്റാബേസസ് ആണ്, വെറൈറ്റി ഡാറ്റാബേസുകളെ മാനേജ് ചെയ്യുന്ന ആളാണ് ഡ്രൈവർ മാനേജർ. അയാളിലേക്ക് ഒരു കണക്ഷൻ കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ലെയർ JDBC API. ഇനി JDBC ഡ്രൈവർ മാനേജറിൽ നിന്നും സ്യൂട്ടബിളായിട്ടുള്ള ഡ്രൈവറിലേക്ക് നമുക്കൊരു ആക്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ആളുടെ ജോലി, JDBC ഡ്രൈവർ API. സോ അതിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഇത് വരയ്ക്കേണ്ടി വരും ആർക്കിടെക്ചർ ചോദിക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ആരാ നിൽക്കുന്നത്? ജാവ ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ്. അവിടെ നമ്മൾ ഈ JDBC കണക്റ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ആ പാക്കേജൊക്കെ ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു 6 സ്റ്റെപ്പാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കോമ്പോണൻറ്റ്സ് കൂടിയതാണ് ഈ 2 ലെയർ മിക്സപ്പ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ചർ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ജാവ ആപ്ലിക്കേഷൻ പ്രോഗ്രാം, JDBC API. അപ്പോൾ അത് കഴിഞ്ഞാൽ JDBC ഡ്രൈവർ മാനേജർ. അയാളിൽ നിന്ന് ഒരുപാട് JDBC ഡ്രൈവേഴ്സ് ഉണ്ട്. ഓരോ ഡ്രൈവറും സ്പെസിഫിക് ടു സ്പെസിഫിക് ഡാറ്റാബേസാണ്. ഓക്കെ, ഒറാക്കിൾ, SQL സെർവർ, MySQL, ഓക്കെ, PostgreSQL, അതേപോലെ ഡാറ്റ സോഴ്സ്. ഇനി ഡാറ്റ സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സലിൽ നിന്നും നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. എക്സൽ വഴി ഉണ്ടാക്കുന്ന ഡാറ്റയിൽ നിന്നും, ടേബിളിൽ നിന്നും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ അതിനെയാണ് ഡാറ്റ സോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇനി അതിൽ പറഞ്ഞ കോമ്പോണൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡ്രൈവർ മാനേജർ. അയാളെ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എന്താണ്
ഇതൊരു ക്ലാസ്സാണ്. അയാൾ എന്താ മാനേജ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ഡാറ്റാബേസ് ഡ്രൈവേഴ്സിനെ മാനേജ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഒരു കണക്ഷൻ റിക്വസ്റ്റ് വന്നാൽ ഏറ്റവും മാച്ചായിട്ടുള്ള ഡ്രൈവറെ നമുക്ക് തരും. ഓക്കെ. ഇനി ഡ്രൈവർ, ഓരോ ഡാറ്റാബേസിനും ഓരോ ഡ്രൈവറുണ്ട്. ഇവരൊക്കെ അണ്ടർ ഡ്രൈവർ മാനേജറിൽ വരും. അപ്പോൾ ഇവരുടെ ജോലി എന്താണ്? ഒരു കണക്ഷൻ ഒബ്ജക്റ്റൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുക. പക്ഷേ ഇവരിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കില്ല. ഇയാളുടെ മുകളിലുള്ള ഡ്രൈവർ മാനേജറിൻ്റെ നിന്നാണ് സാധാരണ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ട ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. പക്ഷേ ഇയാളുടെ ജോലിയാണത് കണക്ഷൻ ഉണ്ടാക്കി തരിക എന്നുള്ളത്. പക്ഷേ ഇയാളുടെ ലീഡറാണ് അത് നമുക്ക് പോസിബിളാക്കി തരുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് കോമ്പോണൻറ്റ്സ്. അടുത്ത കോമ്പോണൻറ്റ് കണക്ഷനാണ്. ഡ്രൈവറെയൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടി. പക്ഷേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ തുടങ്ങണമെങ്കിൽ ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് വേണം. അതിൻ്റെ ഇൻ്റർഫേസുകളാണ്. അവിടെ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഈ കണക്ഷൻ്റെ മെത്തേഡ്സാണ് ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിപ്പയർ കാള്, ഇങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ കണക്ഷൻ ഇൻ്റർഫേസിൽ നിന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്ട്സുകൾ ക്രിയേറ്റ് ചെയ്ത് വരും. ഓക്കെ. അപ്പോൾ കണക്ഷൻ കിട്ടി. എന്നിട്ട് നമുക്ക് കൊറി വെച്ചേ നമുക്ക് ഡാറ്റാബേസിനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അവരുടെ ലാംഗ്വേജ് SQL ആണ്, സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ്. സോ ആ കൊറിയാണ് ഇവരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കേണ്ടത്. അത് കണക്ഷൻ കിട്ടിയിട്ട് മാത്രം കാര്യമില്ല. അതിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ഈ പറഞ്ഞ ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിപ്പയർ കാള്, ഇതിൽ നിന്നൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അവരുടെ മെത്തേഡുകളാണ് യഥാർത്ഥത്തിൽ SQL സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ ആണ് റിട്ടേൺ വരിക, ചിലപ്പോൾ ട്രൂ ഓർ ഫാൾസ് ആണ് വരിക, ചിലപ്പോൾ ഒരു ടേബിൾ തന്നെ വരാം, ഒരു സബ് ടേബിൾ. ഓക്കെ. അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് ഒറിജിനൽ ടേബിൾ, അല്ലെങ്കിൽ ആ സെറ്റ് ഫുൾ, ആ ടേബിൾ മൊത്തമായിട്ട്. അപ്പോൾ അതിനെ ക്യാച്ച് ചെയ്യാൻ നിൽക്കുന്ന ഒബ്ജക്റ്റ് ആണ് റിസൾട്ട് സെറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ അയാളെ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സാണ് റിസൾട്ട് സെറ്റ്. ഓക്കെ. ആ റിസൾട്ട് സെറ്റിലൂടെ നമുക്കിങ്ങനെ മൂവ് ചെയ്യാം. അതേപോലെ നമുക്ക് അവിടെ നിന്ന് ഡാറ്റ ഇങ്ങോട്ട് കിട്ടും. ഓക്കെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തി ഇത് ഡാറ്റാബേസിലോട്ടും കൂടെ സേവ് ചെയ്യാം. ആ രീതിയിലുള്ള മെത്തേഡുകളൊക്കെ റിസൾട്ട് സെറ്റ് എൻ്റെ ഒബ്ജക്റ്റിൽ നിന്ന് നമുക്ക് വിളിക്കാൻ പറ്റും, ആ ഫങ്ഷൻസിനൊക്കെ. പിന്നെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് കൊടുക്കലും അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങലും, അപ്പോൾ ടൈപ്പ് മിസ്മാച്ച്, പല എറേഴ്സും കയറി വരാം. അപ്പോൾ റൺ ടൈമിൽ എന്തെങ്കിലും എറേഴ്സ് SQLുമായി ബന്ധപ്പെട്ട്, ഡാറ്റാബേസുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന എക്സെപ്ഷൻ ഹാൻഡിലറാണ് SQL എക്സെപ്ഷൻ. സോ ഇത്രയും കോമ്പോണൻറ്റ്സ് ചേർന്നതാണ് 6 കോമ്പോണൻറ്റ്സ് ആണ് ഒരു ആർക്കിടെക്ചറിൻ്റെ അകത്തുള്ള ആളുകളെന്ന് പറയുന്നത്. ഇനി ആർക്കിടെക്ചറിൻ്റെ ടൈപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് കണക്റ്റിവിറ്റി. അപ്പോൾ ഇവിടെ ഡ്രൈവർ മാനേജർ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ. കണക്റ്റിവിറ്റി ഇങ്ങനെയാണെന്ന് പറയാണ്. JDBC ഡ്രൈവറിനെ ലീഡ് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് JDBC ഡ്രൈവർ മാനേജറാണ്. അപ്പോൾ അയാൾ ഇവിടുന്ന് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പിക്ചറും കൂടെ കണക്റ്റിവിറ്റി മോഡലായിട്ട് നിങ്ങൾ വരയ്ക്കണം. ഇനി ടൈപ്പ് ഓഫ് JDBC ആർക്കിടെക്ചറാണ്. 2 ടൈപ്പാണുള്ളത്, 2 ടയർ മോഡലും 3 ടയർ മോഡലും. ഈ പാരഗ്രാഫിലുള്ളത് തന്നെയാണ് ഈ ബുള്ളറ്റിംഗ് ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ പിക്ചറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ മൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളുടെ JDBC ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ക്ലയൻറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ ജാവ പ്രോഗ്രാം വഴി JDBC കണക്റ്റിവിറ്റിക്കുള്ള കോഡ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ യൂസറും പ്രോഗ്രാമും ഒരു സിസ്റ്റത്തിൽ, സെർവറിലാണ് ഡാറ്റാബേസ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ആ സിസ്റ്റത്തിലാണ് ഡാറ്റാബേസ് സിസ്റ്റം ഉള്ളത്. അപ്പോൾ യൂസർ അപ്ലിക്കേഷൻ വഴി ഒരു നെറ്റ്വർക്കിൻ്റെ ഹെൽപ്പോട് കൂടി ഡിഫറെൻറ്റ് സിസ്റ്റത്തിൽ കിടക്കുന്നവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, അതും SQL വെച്ചിട്ട് അല്ല.
അതാണ്. അപ്പോൾ ഡയറക്റ്റ് സെർവറിലെ ഡാറ്റാബേസ് നമ്മളുടെ പ്രോഗ്രാമിൽ ക്ലയൻറ്റിലെ പ്രോഗ്രാമിന് ഔട്ട്പുട്ടും കൊടുക്കും, സർവീസും കൊടുക്കും. ഓക്കെ, ഈ ഒരു ആർക്കിടെക്ചർ ഓഫ് JDBCനെയാണ് 2-tier ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതായത് ക്ലയൻറ്റ് സെർവർ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഡാറ്റ സോഴ്സുമായിട്ട് പ്രോഗ്രാമിന് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. Java application communicate directly to the data source. JDBC driver enable the communication between the application and the data source. Send queries to the data source and answer of those queries are sent back to the user in the form of result. The data source can be located on different machine on a network to which user is connected. This is known as a client server configuration. അപ്പോൾ ക്ലയൻറ്റ് സെർവർ കോൺഫിഗറേഷനാണ് 2-tier ആർക്കിടെക്ചറിന് ഒരു എക്സാമ്പിളായിട്ടുള്ളത്. ഇനി 3-tier മോഡലിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മിഡിൽ ടയർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ക്ലയൻറ്റിന് മാറ്റമൊന്നുമില്ല. ക്ലയൻറ്റിൽ യൂസറും ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴി ഒരു നെറ്റ്വർക്കിൻ്റെ ഹെൽപ്പോടു കൂടി വേറൊരു സിസ്റ്റത്തിൽ കിടക്കുന്ന ഡാറ്റ സോഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷന് ശ്രമിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടനിലയിൽ ഒരു ആപ്ലിക്കേഷൻ സെർവർ വരും. ആപ്ലിക്കേഷൻ ക്ലയൻറ്റും ആപ്ലിക്കേഷൻ സെർവറും ഉണ്ട്. ഇയാളാണ് ഈ ത്രീ മിഡിൽ ടയർ. ഓക്കെ, അപ്പോൾ 3 ലെയറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ യൂസർ ക്ലയൻറ്റിൽ നിന്ന് പ്രോഗ്രാം വഴി ആപ്ലിക്കേഷൻ സെർവറിലുള്ള പ്രോഗ്രാമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ പ്രോഗ്രാം ബേസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഡാറ്റാബേസ് റിപ്ലൈ കൊടുക്കും. അതെവിടെ എത്തും? ആപ്ലിക്കേഷൻ സെർവറിലെത്തും. അപ്പോൾ സെർവറിലെ പ്രോഗ്രാം ക്ലയൻറ്റിലെ പ്രോഗ്രാമിനോട് സംസാരിക്കും. അതാണ് 3-tier. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 3-tier ആർക്കിടെക്ചർ കോംപ്ലക്സ് ആണ് ബിൽഡ് ചെയ്യാൻ, പക്ഷേ റൺ ഫാസ്റ്റാണ്. അപ്പോൾ ഫാസ്റ്റ്നെസ് വേണം, ദെൻ നമ്മൾ 3-tier യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ക്ലയൻറ്റ് സീക്കോഡാണ്, സെക്യൂരിറ്റി ഹൈ ആണ്. ഡാറ്റാബേസിനെ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഒരു മിഡിൽ ടയർ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ അവരുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ, ഡാറ്റാബേസിനും അവരുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ആ കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഡയറക്ടേഴ്സൊക്കെ 3-tier ആണ്. അതായത് നേരിട്ട് സംസാരിക്കില്ല, ഒരു ഇടനിലക്കാരുണ്ടാവും അവിടെ. അപ്പോൾ this is about JDBC and JDBC architecture and type of JDBC architecture. Then we move to how to create a JDBC application. അപ്പോൾ സെർവറിലും ക്ലയൻറ്റിലും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെ എങ്ങനെയാണ് നമ്മൾ കോഡ് എഴുതി ബിൽഡ് ചെയ്യുന്നത്? അതും ഒരു 6 സ്റ്റെപ്പാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതുമായി റിലേറ്റ് ചെയ്ത പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഏതാണ് ആ പാക്കേജ്? java.sql. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് ശേഷം അപ്പോൾ നമുക്കറിയാലോ, നമുക്ക് ജാവ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് പെട്ടെന്ന് ഡാറ്റാബേസ് എന്നും പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റില്ല. ആദ്യം എന്ത് ചെയ്യണം? അവരെ ഡ്രൈവ് ചെയ്യുന്ന ആളുടെ നേതാവുമായിട്ടൊരു രജിസ്ട്രേഷൻ ലിങ്ക് ഇടണം. സോ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. പിന്നെ അയാളിൽ നിന്നൊരു കണക്ഷൻ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, എന്നിട്ട് അതിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. അതിൽ നിന്ന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അവർ ചിലപ്പോൾ റിസൾട്ട് സെറ്റിന് റിപ്ലൈ തിരിച്ചു തരും. അതിലൂടെ നമ്മൾ മൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. ലാസ്റ്റ് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയോ അതൊക്കെ ക്ലോസ് ചെയ്യണം. ഒക്കെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കണക്ഷൻ. അപ്പോൾ 1 by 1 ആയിട്ട് ക്ലോസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് കണക്ഷനെ അങ്ങോട്ട് ക്ലോസ് ചെയ്താൽ നമുക്ക് സേഫായിട്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വിശദമായ സ്റ്റെപ്പാണ്. അതായത് നമ്മൾ 6 സ്റ്റെപ്പ് പറഞ്ഞു, അതിൻ്റെ ഡീറ്റെയിൽ സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. അതായത് ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പായ ഡ്രൈവറുമായിട്ട് ലോഡ് ചെയ്യുകയും അല്ലെങ്കിൽ അവരുമായിട്ടൊരു രജിസ്ട്രേഷൻ ചെയ്യുകയും വേണം. അതിന് 2 മെത്തേഡ്സാണ് നമ്മളെ കയ്യിലുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ ആ ഡ്രൈവർ ക്ലാസ്സിൻ്റെ ഫയലിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാം. അതിനുള്ള വഴിയാണ് class.c ക്യാപിറ്റലാണ്, class.for എന്നും ക്യാപിറ്റലാണ്.
അപ്പോൾ ക്ലാസ് എന്ന ഒരു ഡ്രൈവർ ക്ലാസ്സിൻ്റെ ഒരു ഫങ്ഷനാണ് ഫോർ നെയിം. ഓക്കെ, അപ്പോൾ അതുവഴി ഇയാളെ കയറ്റും. അപ്പോൾ ഇവിടെ ഒറാക്കിളിൻ്റെയാണ് തന്നിട്ടുള്ളത്. നമ്മളുടെ പോസ്റ്റ്ഗ്രീസാണ് org.postgresql.driver. മറ്റ് MySQL ആണെങ്കിൽ com.mysql com.cj. അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ MSCക്കാരാണെങ്കിൽ MySQLൻ്റെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണം. UG ആണെങ്കിൽ പോസ്റ്റ്ഗ്രീസും ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ആ വഴി, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഫങ്ഷൻ തന്നെയുണ്ട്, രജിസ്റ്റർ ഡ്രൈവർ. അപ്പോൾ അയാൾ വഴി. അപ്പം എന്താണ് മാറ്റം? ഇതേ സാധനം ന്യൂ ഓപ്പറേറ്ററും ഒരു കൺസ്ട്രക്ടർ പാരന്തസിസും യൂസ് ചെയ്യും. കണ്ടോ, ഇവിടെ ന്യൂ വന്നു, ഇവിടെ ന്യൂ വന്നു. ഓക്കെ, പിന്നെ ബ്രാക്കറ്റും വന്നു. കൺസ്ട്രക്ടറെ വിളിക്കുകയാണ്. അപ്പോൾ അതാണ് ഫോർ നെയിം എന്നുള്ള മെത്തേഡിൽ ആ സ്ട്രിങ് മാത്രം കൊടുക്കും. രജിസ്റ്റേർഡ് ഡ്രൈവർ ആണെങ്കിൽ ന്യൂ ഈ ഒരു സംഭവം. ഓക്കെ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ഈ രണ്ട് വഴിയിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നടത്തുക. അതിനുശേഷം ഒരു കണക്ഷൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്ത പോലെ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡ്രൈവർ മാനേജറിൻ്റെ ഗെറ്റ് കണക്ഷൻ എന്നുള്ള മെത്തേഡ് വിളിക്കും. ആ സമയത്ത് ഡാറ്റാബേസ് എവിടെയാണെന്നുള്ള URL കൊടുക്കണം. ലോക്കൽ ഹോസ്റ്റിലാണെങ്കിൽ ആ കാര്യം ഏതാണ് ഡാറ്റാബേസിൻ്റെ പേര്, ഏത് പോർട്ട് വഴിയാണ് കിട്ടുക അത് പറയാം. അതിനൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ, MySQLലേക്ക് ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക. അങ്ങനെ ഒരു കണക്ഷൻ കിട്ടും. കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് എക്സാമ്പിൾ, JDBC : Oracle. അവിടെ ഒറാക്കിളിന് പകരം പോസ്റ്റ്ഗ്രീസ് SQL, MySQL ഇതൊക്കെ വരും. ഓക്കെ, പിന്നെ ലോക്കൽ ഹോസ്റ്റ്, അവിടെ ഒരു പോർട്ട് നമ്പർ. ദെൻ എന്ത് ചെയ്യും, ഇവിടെ എക്സി വേറൊരു കാര്യമാണ്, അത് അതിൻ്റെ സബ്ബുകൾ വരികയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഡാറ്റാബേസിൻ്റെ പേര് പറയും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ, അപ്പോൾ ഇത് ഫുള്ളൊന്നും പറയേണ്ട, ഇത് എന്താന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. JDBCയിൽ നിന്ന് ഏതാണോ ഡാറ്റാബേസ്, ഒറാക്കിൾ ആവാം, പോസ്റ്റ്ഗ്രീസ് SQL ആവാം, MySQL ആവാം. ദെൻ ഹോസ്റ്റ് ഇവിടെ ഏതാണ്, ലോക്കൽ ഹോസ്റ്റാണ്. ദെൻ ഒരു പോർട്ട് നമ്പർ / എന്ത് വരും, അത് ആ പാർട്ട് 2ൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എക്സാമ്പിളുകളിലൊക്കെ ഉണ്ടാവും ഈ URL. അപ്പോൾ പോസ്റ്റ്ഗ്രീസിൻ്റെത് UGക്കാരും MySQLൻ്റെത് എന്താണ് MSCക്കാരും ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ദെൻ / ഡാറ്റാബേസിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ കൊടുക്കുക. അങ്ങനെ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. എന്നാലേ ഈ ക്വറീസ് വെച്ചിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് 3 ടൈപ്പാണ്. ജസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കാളബിൾ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ 3 പേരെയും കണക്ഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് ഫങ്ഷൻസാണ്. ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിപ്പയേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. പിന്നെ പ്രിപ്പയർ കാളാണ് കാളബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് എവിടെ നിന്ന് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എക്സിക്യൂട്ട് ഉണ്ട്, എക്സിക്യൂട്ട് ക്വറി ഉണ്ട്, എക്സിക്യൂട്ട് അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫങ്ഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്ഡേറ്റ് മെത്തേഡ് DML ക്വറീസിനാണ്, അതായത് അപ്ഡേറ്റ്, ഇൻസേർട്ട്, ഡിലീറ്റ്. എക്സിക്യൂട്ട് ക്വറി സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു റിസൾട്ട് സെറ്റ് റിട്ടേൺ ചെയ്യുന്നവർ. അതേസമയം വെറും എക്സിക്യൂട്ട് ഉണ്ട്, വേണമെങ്കിൽ ക്രിയേറ്റ് DML കമാൻഡ്സും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ പിന്നെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അവസാനിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു കണക്ഷന് ക്ലോസ് ചെയ്യും. ഓരോരുത്തരും ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് കണക്ഷന് ക്ലോസ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ ക്ലോസ് ദ കണക്ഷൻ. അത് ആ ഒരു 5 സ്റ്റെപ്പാണ് ഇവിടെ പറഞ്ഞത്. 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്തിരുന്നു, ഇമ്പോർട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ 5ആയി മാറിയത്.
അപ്പോൾ ഈ 5 സ്റ്റെപ്പിൻ്റെയും വിശദീകരണം, ബാക്കി 5 സ്റ്റെപ്പിൻ്റെയും വിശദീകരണമാണ്. ഇനി ഇവിടെ ഒറാക്കിൾ വെച്ചിട്ടുള്ള എക്സാമ്പിളാണ്. അത് ഈ ഒരു ഫയലിൻ്റെ ലാസ്റ്റിൽ പോസ്റ്റ്ഗ്രീസും ഉണ്ട്, MySQL എക്സാമ്പിൾസും ഉണ്ട് കേട്ടോ. അത് ആണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമായി എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മളൊരു പ്രോഗ്രാം കോഡ് JDBC കണക്ടിവിറ്റിക്ക് വേണ്ടി എഴുതുക. 6 സ്റ്റെപ്പാണ്. ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം, പിന്നെ രജിസ്റ്റർ ചെയ്യണം, കണക്ഷൻ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കണം, അതിൽ നിന്ന് ക്വറീസ് എക്സിക്യൂട്ട് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് റിസൾട്ട് സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ലാസ്റ്റ് എക്സെപ്ഷൻ ഹാൻഡിലിങ് ചെയ്യാം. അതേപോലെ ക്ലോസിങ്, ക്ലീനപ്പ് കാര്യങ്ങളും ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു 6 സ്റ്റെപ്പിലൂടെയാണ് നമ്മുടെ കോഡിൻ്റെ പാത്ത് വേ വരുന്നത്. ഇനി അതിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ഇൻ്റർഫേസിൽ നിന്ന് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് എന്തൊക്കെ മെത്തേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർഫേസിലെ മെത്തേഡുകളാണ് 4 മെത്തേഡ്സ് ഉണ്ട്. അതിൽ 3 പറഞ്ഞാലും മതി. എക്സിക്യൂട്ട് ക്വറി ഉണ്ട്, സെലക്ട് ക്വറീനെ എക്സിക്യൂട്ട് ചെയ്യാനാണ്. ഓക്കെ, പിന്നെ എക്സിക്യൂട്ട് അപ്ഡേറ്റ് ഉണ്ട്, DMLനെയാണ്. ചില സമയത്ത് ക്രിയേറ്റിന് ഡ്രോപ്പിനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അത് ചില സമയത്താണ്. സാധാരണ അത് എക്സിക്യൂട്ടിലാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, പിന്നെ ബാച്ചായിട്ട് മൾട്ടിപ്പിൾ ക്വറീസ് ഒരു ബാച്ചായിട്ട് കൊണ്ടുവരാനാണ് എക്സിക്യൂട്ട് ബാച്ച്. എക്സിക്യൂട്ട് സാധാരണ DDL സ്റ്റേറ്റ്മെൻറ്റ്സിനാണ്. ഇവിടെ മൾട്ടിപ്പിൾ റിസൾട്ടുകൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിലും അങ്ങനത്തെ ക്വറീസും ഇതുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യും. അത് നിങ്ങൾ പാർട്ട് 2 ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു സംഭവം ഇവിടെ എഴുതിയാൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് റിസൾട്ട് സെറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. സോ ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റിസൾട്ട് സെറ്റ് ഇൻ്റർഫേസ് വീണ്ടും ആവർത്തിക്കും. ഓക്കെ, പക്ഷേ PGക്കാർക്ക് ആസ് പെർ സിലബസ് കണ്ടൻറ്റ് കുറവാണ്. ആൾറെഡി നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട്, അതായത് UGയിൽ പഠിച്ചതുകൊണ്ട് PGയിൽ ചോദിക്കാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പാർട്ട് 1 എന്ന് പറയുന്നതേ ഉള്ളൂ PG. പക്ഷേ പാർട്ട് 2 ആസ് പെർ സിലബസ് UGക്ക് ഉണ്ട്. ഓക്കെ, പക്ഷേ UGയിൽ പഠിച്ചിട്ടാണ് PGയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെയുള്ള എന്തും ഇവിടെയും ചോദിക്കാം. കാരണം ആ പരിപാടികളൊക്കെ നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽഡ്, അതായത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർഫേസ് കറക്റ്റ് പഠിക്കണം. എന്താണ് ആ ഇൻ്റർഫേസ്, എത്ര മെത്തേഡ്സ് ഉണ്ട്, ഓക്കെ, അവരെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, അപ്പോൾ അത് പഠിച്ചിരിക്കണം. ഇനി റിസൾട്ട് സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ റിസൾട്ട് സെറ്റിൻ്റെ വിശദവിവരം വേണം. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ ഈ മെത്തേഡുകൾ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ക്വറി ലാംഗ്വേജാണ് സെലക്ട്, അപ്പോൾ എക്സിക്യൂട്ട് ക്വറി. പിന്നെ അപ്ഡേഷൻ നടക്കുന്നതാണ് DML, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. സോ അതിൽ വരുന്ന ക്വറീസാണ് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്തരം ക്വറികളെ എക്സിക്യൂട്ട് ചെയ്യാൻ എക്സിക്യൂട്ട് അപ്ഡേറ്റ്. അവരാണെങ്കിൽ ഇൻറ്റിജറാണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അതായത് എത്ര റോ അപ്ഡേറ്റായി, എത്ര റോ ഡിലീറ്റായി, എത്ര റോ ഇൻസേർട്ടായി, അങ്ങനെ ഇൻറ്റിജർ റിട്ടേൺ ചെയ്യുന്ന ക്വറീസാണ് പിന്നെ എക്സിക്യൂട്ട് അപ്ഡേറ്റിലേക്ക് നമ്മൾ കൊടുക്കുക. റിസൾട്ട് സെറ്റ് ആണ്, റിസൾട്ട് സെറ്റ് കിട്ടുന്ന ആളാണ് എക്സിക്യൂട്ട് ക്വറി. അപ്പോൾ സെലക്റ്റിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഒരു ടേബിൾ റിസൾട്ടായിട്ട് വരിക. ഇനി എക്സിക്യൂട്ട് എന്ന് പറയുന്നത് ടേബിൾ ക്രിയേറ്റ് ആയോ ഇല്ലയോ, യെസ് ഓർ നോ, ആ രീതിയിലുള്ളതാണ്. ഓക്കെ, പിന്നെ എക്സിക്യൂട്ട് ബാച്ച്, ഓരോ ക്വറിയും എത്ര കണ്ട് ആൾക്കാരെ റിഫ്ലക്റ്റ് റോസിനെ റിഫ്ലക്റ്റ് ചെയ്തു അതാണ് റിട്ടേൺ ചെയ്യുന്നത്. 4-ാമത്തത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, 3 പേരെ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി റിസൾട്ട് സെറ്റ് ഇൻ്റർഫേസിലേക്കാണ്. റിസൾട്ട് സെറ്റ് ഇൻ്റർഫേസിന് 3 ടൈപ്പാണ്.
അവരുടെ ക്യാരക്ടർ നിർണ്ണയിക്കുന്നത്, ഏത് ടൈപ്പാണ് എന്നൊക്കെ നിർണ്ണയിക്കുന്നുണ്ട്. പക്ഷേ റിസൾട്ട് സെറ്റിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് അതിലേക്ക് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് ക്യാച്ച് ചെയ്യുകയാണ്. അപ്പോൾ റിസൾട്ട് സെറ്റിൻ്റെ ഫീച്ചറുകളെ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യേണ്ടത് റിസൾട്ട് സെറ്റിൻ്റെ ഒബ്ജക്റ്റിൽ നിന്നല്ല, റിസൾട്ട് സെറ്റിനെ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ്. അതാണ് മെയിൻ പോയിൻ്റ് കേട്ടോ. അതായത് കണക്ഷൻ നിന്ന് ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് STMT ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയണം ഇയാൾ വഴി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ക്വറി എന്ത് ടൈപ്പ് റിസൾട്ട് സെറ്റാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ റിസൾട്ട് സെറ്റിൻ്റെ ടൈപ്പ് 3 വിധമാണ്. ടൈപ്പ് ഫോർവേഡ് ഓൺലി ഉണ്ട്, ടൈപ്പ് സ്ക്രോൾ സെൻസിറ്റീവ് ഉണ്ട്, ടൈപ്പ് സ്ക്രോൾ ഇൻസെൻസിറ്റീവ് ഉണ്ട്. ഇനി കൺകറൻസി പറയുന്നത്, കൺകറൻസി അപ്ഡേറ്റബിളും ഉണ്ട്, കൺകറൻറ്റ് റീഡ് ഓൺലി ഉണ്ട്. വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ചേഞ്ച് വരുത്താൻ പറ്റാത്തത്. ഓക്കെ, അപ്പം അങ്ങനെ 2 കൺകറൻറ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂസും ഉണ്ട്, 3 ടൈപ്പ് കോൺസ്റ്റൻറ്റ് വാല്യൂസുമാണ് റിസൾട്ട് സെറ്റിനുള്ളത്. അത് നമ്മൾ പാർട്ട് 2 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ഇത്ര കാര്യം മനസ്സിലാക്കുക, ഒരു റിസൾട്ട് സെറ്റിൻ്റെ ക്യാരക്ടർ നിർണ്ണയിക്കുന്നത് റിസൾട്ട് സെറ്റിനെ ഉണ്ടാക്കുമ്പോഴല്ല, പിന്നെ എപ്പോഴാണ് അത് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളത് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ പ്രത്യേകിച്ച് ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഒരു ക്ലാസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മെത്തേഡുകൾക്കാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് എന്ത് പറയണം, റിസൾട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ളൊരു സംഭവമാണ്, ഒരു ഇൻ്റർഫേസാണ്. അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാം ടേബിൾസിൻ്റെ റോസിനെ പോയിൻ്റ് ചെയ്യുന്ന ഒരു കർസർ ഉള്ള ഒരു ഒബ്ജക്റ്റാണ് റിസൾട്ട് സെറ്റ് എന്ന് പറയാം. അതായത് ഡെഫിനിഷൻ കൊടുക്കുക ഫസ്റ്റ്, പിന്നെ ആ ക്ലാസ്സിലെ അല്ലെങ്കിൽ ഇൻ്റർഫേസിലെ മെത്തേഡുകൾ ഏതാണെന്ന് പറയാം. ഈ യഥാർത്ഥത്തിൽ മെത്തേഡുകളെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാവിഗേഷണൽ മെത്തേഡ്സ്, ഗെറ്റ് മെത്തേഡ്സ് ആൻഡ് അപ്ഡേറ്റ് മെത്തേഡ്സ്. സോ ഇവിടെ 2 സെറ്റ് മെത്തേഡ്സാണ് മെയിനായിട്ട് പറയുന്നത്, നാവിഗേഷണലും ഗെറ്റും. ഓക്കെ, അപ്പോൾ ഒരു കർസർ ഉണ്ടായിരിക്കും, കർസറിൻ്റെ ഫസ്റ്റ് പൊസിഷൻ ഫസ്റ്റ് റോയുടെ മുകളിലായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയാം. ഓക്കെ, ബാക്കിലേക്ക് പോകണമെങ്കിൽ പ്രീവിയസ് പറയാം. എവിടെയാണെങ്കിലും ഫസ്റ്റ് റോക്ക് പോകണമെങ്കിൽ ഫസ്റ്റ്, എവിടെയാണെങ്കിലും ലാസ്റ്റ് റോക്ക് പോകണമെങ്കിൽ ലാസ്റ്റ് വിളിക്കാം. ഇത് റിസൾട്ട് സെറ്റിൽ നിന്ന് വിളിക്കുന്ന ഫങ്ഷൻസാണ്. റിസൾട്ട് സെറ്റ് കിട്ടിയാൽ കർസറിനെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള ഫങ്ഷൻസാണ് ഇതൊക്കെ. ഇനി അബ്സല്യൂട്ട് ഉണ്ട്, ഇന്ന റോയിലേക്ക് പോകണമെന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക എവിടെയാണെങ്കിലും, അതാണ് അബ്സല്യൂട്ട്. ഇനി റിലേറ്റീവ് ഉണ്ട്, നമ്മൾ എവിടെയാണോ അവിടെ നിന്ന് 2 റോ അപ്പുറം 2 റോ ബാക്ക് എന്ന് പറയുന്നതാണ് റിലേറ്റീവ്. ഓക്കെ, അതായത് കറൻറ്റ് പൊസിഷനെ ബേസ് ചെയ്തിട്ട് എവിടേക്ക് പോകണമെന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇത്രയാണ് നാവിഗേഷണൽ മെത്തേഡ്സ്. പിന്നെ വരുന്നത് ഗെറ്റ് മെത്തേഡ്സാണ്. അതായത് ഒരു ടേബിള്, അതായത് ഒറിജിനൽ ഡാറ്റാബേസിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് റിസൾട്ട് സെറ്റ് എന്നുള്ള വേരിയബിളിൽ നമുക്ക് കിട്ടുക ഈ ഒബ്ജക്റ്റിൽ. അപ്പോൾ അതൊരു ടേബിൾ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്താണ് വാല്യൂ ഇങ്ങോട്ട് കിട്ടണം, അതാണ് ഗെറ്റ്. അപ്പോൾ ഇൻറ്റിജർ നമ്പേഴ്സ് ആണെങ്കിൽ ഗെറ്റ് ഇൻ്റാണ്. അതിന് നമ്മൾ കോളം നെയിമും പറഞ്ഞു കൊടുക്കാം, കോളം പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സും പറഞ്ഞു കൊടുക്കാം. ഇനി ഗെറ്റ് സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് ടൈപ്പിലുള്ള ഐറ്റംസ്, ഇപ്പോൾ നെയിം, അഡ്രസ്സ്, പ്ലേസ്, അതൊക്കെ ഗെറ്റ് സ്ട്രിങ് വഴിയാണ്. അതിന് കോളം ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോളം നെയിമും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗെറ്റ് മെത്തേഡ്സ്. അപ്പോൾ നാവിഗേഷനിലും ഗെറ്റും ഇവിടെ ഉണ്ട്. അപ്ഡേറ്റ്, ജസ്റ്റ് അപ്ഡേറ്റബിൾ അപ്ഡേറ്റ് എന്നുള്ള മെത്തേഡ് വിളിച്ചാൽ നമ്മൾ റിസൾട്ട് സെറ്റിൽ ഒരാളെ ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 15 എന്നുള്ള ഏജ് 20 ആക്കി, ദെൻ ആ ചേഞ്ച് വരണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റിന് വിളിക്കണം.
അതാണ് അപ്ഡേറ്റ് മെത്തേഡ്. അപ്പോൾ 3 കാറ്റഗറി മെത്തേഡ്സാണ് റിസൾട്ട് സെറ്റ് ഒബ്ജക്റ്റിനുള്ളത്. റിസൾട്ട് സെറ്റ് ഒബ്ജക്റ്റിൽ നിന്നാണ് ഈ മെത്തേഡുകളെ നമ്മൾ വിളിക്കുക. അപ്പോൾ ഇവിടെ സ്ക്രോളബിളും ഉണ്ട്, ഫോർവേഡ് ഓൺലി ഉണ്ട്. സ്ക്രോളബിളിൽ തന്നെ സെൻസിറ്റീവും ഉണ്ട്, ഇൻസെൻസിറ്റീവും ഉണ്ട്. അപ്പോൾ സ്ക്രോളബിളായിട്ടുള്ള ഒരു റിസൾട്ട് സെറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒറാക്കിളാണ്. അതിന് പകരം നമ്മൾ പോസ്റ്റ്ഗ്രീസോ MySQL ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്വറി ഇമ്പോർട്ട് ചെയ്യണം പാക്കേജ്. പിന്നെ ഒരു ക്ലാസ് തുടങ്ങണം, മെയിൻ ഫംഗ്ഷൻ. എക്സെപ്ഷൻ ഹാൻഡിലിങ്ങിനാണ് ത്രോസ് എക്സെപ്ഷൻ. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാവ പ്രോഗ്രാമിംഗ് ടിപ്സിൽ. ഓക്കെ, പിന്നെ രജിസ്റ്റർ ചെയ്യുന്നു. അവിടെ ഒറാക്കിളിന് പകരം മറ്റേത് യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഡ്രൈവർ മാനേജറിൽ നിന്നും ഗെറ്റ് കണക്ഷൻ എന്നുള്ള മെത്തേഡ് വഴി ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കണക്ഷൻ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. ആ സമയത്ത് പറയണം റിസൾട്ട് സെറ്റിൻ്റെ സ്വഭാവം എന്താണ്. റിസൾട്ട് സെറ്റിൻ്റെ കോൺസ്റ്റൻ്റാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. റിസൾട്ട് സെറ്റ് ഡോട്ട് ടൈപ്പ് അണ്ടർസ്കോർ സ്ക്രോൾ അണ്ടർസ്കോർ സെൻസിറ്റീവ്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൽ എന്തെങ്കിലും മാറ്റം വന്നു വിചാരിക്കാം. അതായത് റിസൾട്ട് സെറ്റ് നമ്മൾ കയ്യിലെടുത്തു, ക്വറി എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് കിട്ടി. ആ സമയത്ത് ഡാറ്റാബേസിലുള്ള കാര്യങ്ങളൊക്കെ റിസൾട്ട് സെറ്റിൽ ഉണ്ടാവും. അതിന് ശേഷം റിസൾട്ട് സെറ്റിൽ ആരെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അത് ഇവിടെ റിഫ്ലക്റ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രോൾ അണ്ടർസ്കോർ സെൻസിറ്റീവ് വിളിക്കണം. പിന്നെ സ്ക്രോൾ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബാക്ക്വേഡ് കർസർ മൂവ്മെൻറ്റ് പോസിബിളാണ്. ഓക്കെ, ഇത് സ്ക്രോളിന് പകരം ടൈപ്പ് അണ്ടർസ്കോർ റീഡ് അണ്ടർസ്കോർ ഓൺലി ആണെങ്കിൽ, ഫോർവേഡ് ഓൺലി ആണെങ്കിൽ ഈ നെക്സ്റ്റും ലാസ്റ്റും പറ്റുള്ളൂ. ഫസ്റ്റും അതേപോലെ പ്രീവിയസും വർക്ക് ചെയ്യില്ല. ഓക്കെ, അതായത് മുന്നോട്ട് മാത്രമേ പോകത്തുള്ളൂ. ഇനി കൺകറൻസിയുടെ ഷോർട്ടാണ് കൺകർ അണ്ടർസ്കോർ അപ്ഡേറ്റബിൾ. റിസൾട്ട് സെറ്റിൽ മാറ്റം വന്നാൽ അത് ഡാറ്റാബേസിൽ റിഫ്ലക്റ്റ് ചെയ്യണം, നേരെ തിരിച്ച്. അതായത് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളത് ഇവിടെ വരിക, ഇവിടെ മാറ്റം വരുത്തുന്നത് അവിടേക്ക് സേവ് ചെയ്യുക. അതിനുള്ളതാണ് അപ്ഡേറ്റബിൾ. അത് റീഡ് ഓൺലിയോ അപ്ഡേറ്റബിളോ ആണ്, 2 വാല്യൂസ്. അതിൽ അപ്ഡേറ്റബിൾ കൊടുത്താൽ ഇവിടുത്തെ മാറ്റം അവിടെയും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് ശേഷം ഒരു റിസൾട്ട് സെറ്റിൽ എക്സിക്യൂട്ട് ക്വറി സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി 765 എന്നുള്ള ടേബിളിൽ നിന്ന് എല്ലാ ഡാറ്റയും എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റായിട്ട് റിസൾട്ട് സെറ്റ് RSൽ അത് കിട്ടും. അപ്പോൾ RSൻ്റെ സ്വഭാവം അപ്ഡേറ്റബിളും ആവും. RSൽ എന്ത് ചേഞ്ച് വരുത്തിയാലും ഈ EMP എന്നുള്ള 765 എന്നുള്ള ടേബിളിലും അതിൻ്റെ റിഫ്ലക്റ്റ് പോവും. പിന്നെ സെൻസിറ്റീവാണ്, അവിടെ എന്ത് മാറ്റം വന്നാൽ ഇവിടെയും കിട്ടും. പിന്നെ മുന്നോട്ടും ബാക്കോട്ടും പോവാം. അതാണ് RSൻ്റെ പ്രത്യേകത. അത് നമ്മൾ സെറ്റ് ചെയ്തത് സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. RSൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേഷനിലാണ്. ഇനി ഈ ഒരു RS കിട്ടി, അപ്പോൾ 3rd റോയിലേക്ക് പോകണം. അപ്പോൾ RS ഡോട്ട് അബ്സല്യൂട്ട് ഓഫ് 3, എന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ കിട്ടണം. 3rd റോയിലുള്ളത് 3 ആൾക്കാരാണുള്ളത്. ഗെറ്റ് സ്ട്രിങ് എല്ലാവരും സ്ട്രിങ് ടൈപ്പാണ്. 3 കോളാണ് ആ ഒരു എംപ്ലോയി ടേബിളിനുള്ളത്. അപ്പോൾ ഓരോ കോളത്തിലുള്ള വാല്യൂസ് അവിടെ പ്രിന്റ് ചെയ്യും. എന്നിട്ട് കണക്ഷൻ ക്ലോസ് ചെയ്യും. ഇനി അടുത്തത് റിസൾട്ട് സെറ്റ് എന്ന് പറയുന്നത് ഒരു ടേബിളിൻ്റെ ബ്ലൂ പ്രിൻ്റ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇതെന്താണ്, അതിൻ്റെ അകത്തുള്ള വാല്യൂസാണ്, ഡാറ്റയാണ് കിട്ടുക ഗെറ്റ് മെത്തേഡ് വഴി. അതേപോലെ അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം, നാവിഗേഷണൽ മെത്തേഡ്സ്. ഇനി അങ്ങനെയുള്ള റിസൾട്ട് സെറ്റിന് കുറച്ച് പ്രത്യേകതകളുണ്ടാവും. എക്സാമ്പിളായിട്ട് എത്ര റോസ് ഉണ്ട്, ഓക്കെ, എത്ര കോളംസ് ഉണ്ട്, അതേപോലെ ഓരോ കോളത്തിൻ്റെ പേരെന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടാനാണ് കോളം നമ്പർ, കോളം കൗണ്ട്, കോളം നെയിം, കോളം ടൈപ്പ്, ഏത് ഡാറ്റ ടൈപ്പാണ്, എന്നാലല്ലേ നമുക്ക് ഗെറ്റ് ഇൻ്റ് ആണോ ഗെറ്റ് സ്ട്രിങ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ, അതായത്
മെറ്റാ ഡാറ്റ എന്നുള്ള ടേം തന്നെ ഡാറ്റാബേസിൻ്റെ ഒരു ടേമാണ്. അതായത് ഒരു ഡാറ്റയിൽ നിന്ന് വീണ്ടും വീണ്ടും ഡാറ്റാസ് കിട്ടുക. അതായത് ഡാറ്റ കൊണ്ട് തന്നെ ഡിഫൈൻ ചെയ്യാം. അതായത് മെറ്റാ ഡാറ്റ മീൻസ് ഡാറ്റ എബൌട്ട് ഡാറ്റ. വി ക്യാൻ ഗെറ്റ് ഫർദർ ഇൻഫർമേഷൻ ഫ്രം ദ ഡാറ്റ. ഒരു ഡാറ്റ കിട്ടി അതിൽ നിന്ന് വീണ്ടും നമുക്ക് കുറേ ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ റിസൾട്ട് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഗെറ്റ് മെറ്റാ ഡാറ്റ എന്നുള്ള ഫംഗ്ഷൻ വഴി നമുക്ക് റിസൾട്ട് സെറ്റ് മെറ്റാ ഡാറ്റയുടെ ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. അങ്ങനെ ആ ഒബ്ജക്റ്റ് കിട്ടിയാൽ അതിൽ നിന്ന് നമ്പർ ഓഫ് കോളംസ് എത്രയുണ്ട്, കോളം നെയിം, ടൈപ്പ്, ഇതൊക്കെ അറിയാനും സാധിക്കും. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടുള്ള റിസൾട്ട് സെറ്റിൻ്റെ ഡീറ്റെയിൽസ്, മോർ ഇൻഫോർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റാണ് റിസൾട്ട് സെറ്റ് മെറ്റാ ഡാറ്റ. ഇത് സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഇനി റിസൾട്ട് സെറ്റ് മെറ്റാ ഡാറ്റൻ്റെ ഫങ്ഷൻസാണ് ഗെറ്റ് കോളം കൗണ്ട്. അപ്പോൾ രണ്ട് സിയും ക്യാപിറ്റലാണ്. ഓക്കെ. പിന്നെ ഗെറ്റ് കോളം നെയിം, ഗെറ്റ് കോളം ടൈപ്പ് നെയിം, പിന്നെ ഗെറ്റ് ടേബിൾ നെയിം, ടേബിളിൻ്റെ പേര്. റിസൾട്ട് സെറ്റിൽ നിന്ന് ഡാറ്റാബേസിലുള്ള ടേബിളിൻ്റെ നെയിം കിട്ടാനും നമ്മളിത് യൂസ് ചെയ്യും. ഓക്കെ. ഇനി അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ RS വരെ ചെയ്തല്ലോ അല്ലേ, എക്സിക്യൂട്ട് ക്വറി. അതിന് ശേഷം ഈ RS എന്നുള്ള റിസൾട്ട് സെറ്റിൽ നിന്ന് ഗെറ്റ് മെറ്റാ ഡാറ്റ എന്നുള്ള ഫംഗ്ഷൻ വഴി എമ്മും ഡിയും ക്യാപിറ്റലാണ്. നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് സെറ്റ് മെറ്റാ ഡാറ്റ RSLD എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. ഓക്കെ. ആ ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് കോളം കൗണ്ട്, ഗെറ്റ് ടേബിൾ നെയിം, ഗെറ്റ് കോളം നെയിം ഓഫ് 1. ഒരുപാട് കോളംസ് ഉണ്ടെങ്കിൽ ഇൻഡെക്സ് കൊടുക്കാം, അപ്പോൾ നെയിം കിട്ടും. ഗെറ്റ് കോളം ടൈപ്പ് നെയിം, ടൈപ്പ് എന്ന് മാത്രമല്ല ടൈപ്പ് നെയിം. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. കണ്ടോ, നമ്പറാണ്, ID ആണ് പേര്, നമ്പറാണ് ടൈപ്പ്, 2 കോളംസേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കിട്ടാനാണ് റിസൾട്ട് സെറ്റ് മെറ്റാ ഡാറ്റ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ടൈപ്പ്, റിസൾട്ട് സെറ്റിൻ്റെ ടൈപ്പ്, റിസൾട്ട് സെറ്റ് കൺകറൻസി ടൈപ്പ്, ഇത്തരം കാര്യങ്ങൾ, അതേപോലെ ഇവരുമായി റിലേറ്റ് ചെയ്ത എക്സാമ്പിൾസ് എല്ലാം പറയുന്ന പാർട്ട് 2 നമുക്ക് പിന്നീട് പറയാം. താങ്ക് യു.